ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ IRB കമാൻഡോ വിങ്ങിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. നമുക്ക് 10ാം ക്ലാസ്സിലും +2ലും ഒക്കെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് വരുന്ന പോലെ തന്നെ ഒരു 3-4 ടൈപ്പ് നമ്മുടെ മാർക്ക് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു മാർക്ക് ലിസ്റ്റ് വന്നേക്കുന്നത്. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഇതിനു മുമ്പ് അങ്ങനെ ഈ പോലീസ് കോൺസ്റ്റബിളിൽ ഇങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിന് ഒത്തിരി പ്രത്യേകതയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. ആദ്യമായിട്ടാണ് നമുക്ക് IRB കമാൻഡോ വിങ്ങിന് മാത്രമായിട്ടൊരു എക്സാം നടത്തുന്നത്. നേരത്തെയൊക്കെ നമുക്ക് IRBക്ക് മാത്രമായിട്ട് എക്സാം നടത്തിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ കമാൻഡോ വിങ്ങിലോട്ടൊക്കെ ആളുകളെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 2022 ഈ പറയുന്ന പോലെ IRB കമാൻഡോസിന് വേണ്ടി മാത്രമായിട്ട് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുകയും അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. നോർമൽ നമ്മുടെ PSC എക്സാം എഴുതാൻ വേണ്ടി 26-27 വയസ്സാണ് ഒരു ജനറൽ കാറ്റഗറിക്കാരന് വേണ്ടത്. എങ്കിൽ ഇവിടെ 21 ആണെന്ന് എനിക്ക് തോന്നുന്നു, 21-24 ആ റേഞ്ചിലൊക്കെയാണ് പ്രായപരിധി വന്നത്. അതായത് ഈ ഒരു പ്രായപരിധിയിലുള്ളവരെ അറിയാലോ, PSCയുമായിട്ട് ടച്ചുള്ളവരൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സിലബസും എക്സാമും ഒക്കെ എൻ്റെ ഡിഫറൻ്റ് ആയിരുന്നു നമ്മുടെ മറ്റ് എക്സാമുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. നമുക്ക് ഇതിനകത്ത് കുറച്ച് കടമ്പകളുണ്ടായിരുന്നു. 5 കിലോമീറ്റർ ഓട്ടം ഉണ്ടായിരുന്നു, പ്രിലിംസ്, മെയിൻസ്. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റാറിന്റെ കണക്ക് വെച്ചിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ. അതുപോലെ സ്റ്റാറിന് അപ്പുറത്തേക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ബോണസ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുക ഇതിന്റെ റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ +2ന്റെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ് ആണ്. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ നിലവിലെ വേക്കൻസി നമുക്ക് അറിയണമെങ്കിൽ ഇതിന്റെ കാറ്റഗറി നമ്പർ 136/2022 ആണ്. വേക്കൻസി സ്റ്റാറ്റസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്നതിനകത്ത് നമ്മൾ ഈ ഒരു കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേക്കൻസി അറിയാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ നിലവിൽ ഒരു വേക്കൻസി പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം 734 പേരാണ് ആകെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങളിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യും. എന്നിരുന്നാലും കമാൻഡോ വിങ്ങിലോട്ടൊന്നും അത്രയധികം ആളുകളൊന്നും എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പലരും ആദ്യമായിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഓവർ പ്രതീക്ഷ കൊടുക്കരുത്. നമുക്ക് അത്രമാത്രം വേക്കൻസി ഒന്നും വരാനുള്ള സാധ്യത ഈ ഒരു ലിസ്റ്റിനകത്ത് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വന്നാൽ അത്രയും നല്ലത്, അത്രയും പേർക്ക് ജോലി കിട്ടണം, അത്രയും നല്ല കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഓർക്കുക. നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2 വർഷം ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്നതിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി തന്നെ അടുത്ത വർഷം ആദ്യത്തോടു കൂടി തന്നെ കമാൻഡോ വിങ്ങിന്റെ അടുത്ത നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിന്റെ പ്രായപരിധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ ഒരു നമ്മൾ ഈ പറയുന്ന ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാർക്കും 20-24 വയസ്സിനിടയിൽ മാത്രമാണ് പ്രായമുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഓർക്കുന്നില്ല, അതിന്റെ പ്രായപരിധി എനിക്ക് 21 വയസ്സാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനപ്പുറത്തുള്ളവർക്ക് അയക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ IRB കമാൻഡോസിന്. പലരും ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നത്. ലേറ്റ് ആയതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാർക്കാണ്. ഇതിന്റെ മാർക്കിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേണും ഫിസിക്കലും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ്. ഫിസിക്കലിന് വേണ്ടി തന്നെ ഒരു മാർക്ക് വെച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇതുവരെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫിസിക്കലിന്റെ മാർക്ക് ആഡ് ചെയ്ത് നമ്മുടെ റിട്ടേൺ എക്സാമുമായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത് നിങ്ങളുടെ ഒരു തുടക്കമായിട്ട് മാത്രം കണ്ട് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിൽ തന്നെ പ്രതീക്ഷിച്ചിരിക്കാതെ വരുന്ന എക്സാമുകൾ കൂടി നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഒരു പ്രായത്തിലൊക്കെ റാങ്ക് ലിസ്റ്റ് എത്തിയില്ലേ, 20-21 അല്ലെങ്കിൽ 22 വയസ്സിലൊക്കെ ഒരു റാങ്ക് ലിസ്റ്റ് എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വീണ്ടും തുടർന്ന് പഠിക്കുക. ഇനി അവസരങ്ങളുണ്ട്. IRB കമാൻഡോസ് മാത്രമല്ല, പോലീസ് കോൺസ്റ്റബിള്, അതുപോലെ ഫയർമാന്, എക്സൈസ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഫിസിക്കലി എല്ലാം പക്കയാണ്. കാര്യം 5 കിലോമീറ്റർ ഓട്ടം, അതുപോലെ ഫിസിക്കലി തന്നെ നമ്മുടെ സ്റ്റാർ നിലവാരത്തിലൊക്കെ മറ്റ് ഫിസിക്കലിനൊക്കെ 1 സ്റ്റാർ നിലവാരത്തിൽ നമ്മൾ പാസ്സായാൽ മതി. ഇത് 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ നിലവാരത്തിലൊക്കെ നമ്മൾ പാസ്സാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ളവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പറ്റും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. ഈ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട 734 ഉണ്ട്. ആ ലിസ്റ്റ് തീർത്തൊന്നും ആരെയും ജോലിക്ക് എടുക്കില്ല. ആ കാര്യം 100% ഉറപ്പാണ്. ഒരു മിനിമം വേക്കൻസി മാത്രമേ വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.